ഹായ് ഫ്രണ്ട്സ്, രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയ പായസം. അത് വേണ്ടിയിട്ട് പാൽ നന്നായി തിളപ്പിക്കും. അപ്പോൾ 2 പാക്കറ്റ് പാലാട്ടോ ഞാനിവിടെ എടുത്തത്. ആ 2 പാക്കറ്റ് പാലിന് 2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. പാൽ നല്ലപോലെ ഇളക്കി നന്നായി ചൂടായി പാൽ നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച സേമിയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ നന്നായി തിള വന്ന ശേഷം എല്ലാം ചേർത്ത് നന്നായി ഇളക്കണം. ഇളക്കി നല്ല തിളവന്ന് സേമിയ വേവുന്ന വരെ നന്നായി ഇളക്കണം. കുറുകി വരും കേട്ടോ. പിന്നെ ഞാനൊരു പൊടിക്കൈക്ക് വേണ്ടി നമ്മൾ പഞ്ചസാര കാരമൽ ഉണ്ടാക്കി ചേർക്കുന്നതിന് പകരം ഒരു പൊടിക്കൈ, ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാ ഞാനൊരല്പം ഹോർലിക്സ് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ രുചിയും ഒക്കെ നമ്മുടെ പായസത്തിലേക്ക് അങ്ങനെ സേമിയൊക്കെ വരുന്നത്. പായസമൊക്കെ ആയി കഴിയുന്ന സമയത്ത് അല്പം നെയ്യിൽ കശുവണ്ടിയും കിസ്മിസും ഏലക്കൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് പായസത്തിലേക്ക് ചേർക്കണം. പായസത്തിന് മണവും രുചിയും കൂടാൻ വേണ്ടി. അത് കഴിഞ്ഞ് വാഴയിലേക്ക് പായസവും പപ്പടം ചേർത്ത്